ബലാത്സംഗ കേസിലെ 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി വിധി പുതുവർഷം പുലർന്ന പുലരി പോലെയാണെന്ന് ബിൽക്കിസ് ബാനു ഡൽഹിയിൽ പ്രസ്താവിച്ചു. നീതി പുലരുമെന്ന പ്രതീക്ഷയാണ് ഇതിലൂടെ ഉണ്ടായതെന്നും അവർ പ്രതികരിച്ചു. ബിൽക്കിസ് ബാനു എന്ന ഉരുക്കു വനിതയുടെ നിയമ പോരാട്ടമായിരുന്നു ബിൽക്കിസ് ബാനു കേസ്. കൂട്ടക്കൊലയും കൂട്ടബലാത്സംഗവും ചെയ്ത പ്രതികൾക്ക് ജീവപര്യന്തം നേടിക്കൊടുക്കുവാൻ വർഷങ്ങൾ നീണ്ട ധീരമായ പോരാട്ടം. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നടത്തിയ നിയമ പോരാട്ടമാണ് ഫലം കണ്ടത്. ഗുജറാത്ത് കലാപ കാലഘട്ടത്തിൽ ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിലാണ് ബിൽക്കിസ് ബാനുവും കുടുംബവും ഒരു കൂട്ടം അക്രമകാരികളുടെ പിടിയിലാകുന്നത്. 2002 മാർച്ച് 3 ദിനരാത്രങ്ങളിൽ നടന്നതൊക്കെയും അവർക്കിപ്പോഴും ദുസ്വപ്നങ്ങൾക്ക് അതീതമാണ്. സ്വന്തം കുടുംബത്തിലെ 7 പേരെ ക്രൂരമായി കൊന്നു. 5 മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തു. മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കുവാൻ തെളിവുകളില്ലെന്ന് പറഞ്ഞാണ് പോലീസിന്റെ ആദ്യ ന്യായീകരണം. ദുരവസ്ഥയിൽ തളരാത്ത ബിൽക്കിസ് ബാനു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സുപ്രീം കോടതിയും സമീപിച്ചു. സുപ്രീം കോടതി CBIയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ലോക്കൽ പോലീസിന് തെളിവില്ലെന്ന് പറഞ്ഞ കേസിൽ 1.5 മാസം കൊണ്ട് CBI മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. സാക്ഷി സ്വാധീനവും തെളിവ് നശിപ്പിക്കലും പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ കേസ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും ബോംബെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റി. നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു ഇത്. 13 പേർ പ്രതികളാണെന്ന് കണ്ടെത്തിയ കോടതി 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പിന്നീട് പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഗുജറാത്ത് സർക്കാർ അവരെ വെറുതെ വിട്ടു. പുറത്തിറങ്ങിയ പ്രതികൾക്ക് വൻ വരവേൽപ്പാണ് കൊടുത്തത്. തോൽക്കാനില്ലാത്ത മനസ്സുമായി ബിൽക്കിസ് ബാനു വീണ്ടും സുപ്രീം കോർട്ടിലെത്തി. പല വിധിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നടപടികൾ നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ അന്തിമ വിധി ബിൽക്കിസ് ബാനുവിന് തന്നെ സ്വന്തം. തിരഞ്ഞെടുപ്പെടുത്തിരിക്കെ സുപ്രീം കോടതിയുടെ ഈ നിർണായകമായ വിധി തിരിച്ചടിയായത് BJP കേന്ദ്ര സർക്കാരിനാണ്.